Welcome to the first section on Advanced Corporate Accounting. Today we start Module 4, Accounting for Revenue and Leases. Introduction. See, there are many ways whereby finance is raised for purchasing the fixed assets. മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ കമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് ഒക്കെ നടത്താൻ ആവശ്യമുള്ള ഫിക്സഡ് അസറ്റ്സ് വാങ്ങാൻ പല രീതിയിൽ ഫണ്ട് റേസ് ചെയ്യാം, ഫിനാൻസ് റേസ് ചെയ്യാം. ഓക്കെ, ഇറ്റ് മേ ഈതർ ബൈ അറേഞ്ചിങ് ദ ലോൺസ് ഓർ മേ ബി ബൈ റേസിംഗ് ദ ക്യാപിറ്റൽ ഓർ മേ ബി ബൈ യൂട്ടിലൈസിങ് ദ ഡെഫേർഡ് പേയ്മെൻറ്റ് ഫെസിലിറ്റീസ് ഓർ മേ ബി ബൈ യൂസിങ് ദ ഇൻറ്റേർണൽ ഫിനാൻസസ്. ഒരു കമ്പനിക്ക് വേണമെങ്കിൽ ലോൺ എടുത്തിട്ടാവാം ഫിക്സഡ് അസറ്റ്സ് വാങ്ങുന്നത്. ഇനി അതല്ലെങ്കിൽ ക്യാപിറ്റൽ റേസ് ചെയ്തിട്ടാവാം. അതും അല്ലെങ്കിൽ അവർക്ക് ഡെഫേർഡ് പേയ്മെൻറ്റ് ഫെസിലിറ്റീസ് ഒക്കെ അവൈലബിൾ ആണ്, അത് യൂട്ടിലൈസ് ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഫിനാൻസസ്, അവരുടെ കയ്യിലുള്ള ഫിനാൻസസ് യൂസ് ചെയ്തിട്ടും വേണമെങ്കിൽ ഫിക്സഡ് അസറ്റ്സ് വാങ്ങാവുന്നതാണ്. സോ പർച്ചേസിങ് ഫിക്സഡ് അസറ്റ്സ് മീൻസ് ബേസിക്കലി ഇറ്റ്സ് എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഓക്കെ, ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഈസ് എ സങ്ക് ഇൻവെസ്റ്റ്മെൻറ്റ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നതൊരു സങ്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. എന്താണ് സങ്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? Once made, it cannot be diverted or used for other purposes. അങ്ങനെ ഒരു ഫണ്ട് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മറ്റൊരു ആവശ്യങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, മറ്റൊരു രീതിയിൽ നമുക്ക് ആ ഫണ്ടിനെ ഡൈവേർട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് നമ്മൾ എന്ത് പറയുന്നത്? സങ്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ പർച്ചേസിങ് ഫിക്സഡ് അസറ്റ് മീൻസ് ഇറ്റ്സ് എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഈസ് വാട്ട്? ഇറ്റ് ഈസ് എ സങ്ക് ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, ഇപ്പോൾ ലീസിങ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? മലയാളത്തിൽ പറയുകയാണെങ്കിൽ ലീസ് എന്ന് പറഞ്ഞാൽ പാട്ടത്തിനെടുക്കുക. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സപ്പോസിങ് ഒരാൾ പുതുതായിട്ട് ബിസിനസ് തുടങ്ങി. അയാളുടെ അടുത്ത് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ അയാൾക്ക് അസറ്റ് വാങ്ങാം, അല്ലെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം? പാട്ടത്തിനെടുക്കാം, ലീസിനെടുക്കാം. ഓക്കെ, അങ്ങനെ രണ്ട് ഓപ്ഷൻസാണ് അയാളുടെ കയ്യിലുണ്ടാവുക. ഇപ്പോൾ സപ്പോസിങ് അയാൾ അസറ്റ് വാങ്ങുകയാണെങ്കിൽ അവിടെ ഓണർഷിപ്പ് അയാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, ലീസിനെടുക്കുകയാണെങ്കിൽ, പാട്ടത്തിനെടുക്കുകയാണെങ്കിൽ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ദ മീനിങ് ഓഫ് ലീസ് എന്താണ്, ലീസിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. സേ ലീസ് ഈസ് ആൻ അറേഞ്ച്മെൻറ്റ് വെർ ബൈ ദ ലെസ്സർ കൺവേസ് ടു ദ ലെസ്സി ഇൻ റിട്ടേൺ ഫോർ റെൻറ്റ് ദ റൈറ്റ് ടു യൂസ് എൻ അസെറ്റ് ഫോർ എൻ അഗ്രീഡ് പീരീഡ് ഓഫ് ടൈം. ഈ ഒരു പറഞ്ഞ ഡെഫിനേഷൻ്റെ അകത്ത് രണ്ട് പാർട്ടീസാണുള്ളത്. ഒന്ന് ലെസ്സർ, മറ്റേതാരാണ്? ലെസ്സി. ഇപ്പോൾ രണ്ട് പാർട്ടീസാണുള്ളത്. ലെസ്സറിൻ്റെ കൈവശമുള്ള ഒരു അസറ്റിനെ ഒരു നിശ്ചിത കാലത്തേക്ക് ഒരു നിശ്ചിത റെൻറ്റിനോ കൺസിഡറേഷനോ ലെസ്സിക്ക് ഉപയോഗിക്കാൻ കൊടുക്കുകയാണെങ്കിൽ അസറ്റ് ഉപയോഗിക്കാനുള്ള റൈറ്റ് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ലീസ് എന്ന് പറഞ്ഞത്. ഒന്നും കൂടി പറയാം, രണ്ട് പാർട്ടീസാണ് ലീസ് എന്ന് പറഞ്ഞ അറേഞ്ച്മെൻറ്റിലുള്ളത്, ലെസ്സറും ലെസ്സിയും. ലെസ്സറ കൈവശമുള്ള ഒരു അസറ്റിനെ ഒരു നിശ്ചിത കാലത്തേക്ക് ഒരു നിശ്ചിത റെൻറ്റിന് ലെസ്സിക്ക് ഉപയോഗിക്കാൻ കൊടുക്കുകയാണ്, അസറ്റ് ഉപയോഗിക്കാൻ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു അറേഞ്ച്മെൻറ്റിനാണ് നമ്മൾ ലീസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. മിസ്റ്റർ എ എന്ന് പറയുന്നത് ലെസ്സറാണ്, മിസ്റ്റർ ബി എന്ന് പറയുന്നത് ലെസ്സിയാണ്. ഓക്കെ, സോ മിസ്റ്റർ എ എന്ന് പറയുന്ന ലെസ്സറ കൈവശമുള്ള 1,00,000 രൂപയുടെ ഒരു അസറ്റ് മിസ്റ്റർ ബിക്ക് ഒരു റെൻറ്റിന് അല്ലെങ്കിൽ കൺസിഡറേഷന് ഒരു നിശ്ചിത കാലത്തേക്ക് ഉപയോഗിക്കാൻ കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലീസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഒരു അഗ്രിമെൻറ്റിൽ ഏർപ്പെടുമ്പോൾ ആ അഗ്രിമെൻറ്റിന് ആ ഒരു ഇതിനെയാണ് നമ്മൾ ലീസ് കോൺട്രാക്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ലെസ്സിയും ലെസ്സറും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലീസ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. എന്താണ് ഈ കോൺട്രാക്റ്റിനകത്ത് വരുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കോൺട്രാക്റ്റിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക? ഒരു ലീസ് കോൺട്രാക്റ്റിനകത്ത് ലെസ്സറും ലെസ്സിയും തമ്മിൽ ഏർപ്പെടുന്ന ലീസ് കോൺട്രാക്റ്റിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക? ഒന്ന്, ലീസ് പീരീഡ് എന്താണ്, എത്ര നാളത്തേക്കാണ് ഈ അസറ്റിനെ ലെസ്സർ ലെസ്സിക്ക് ഉപയോഗിക്കാൻ കൊടുക്കുന്നത്, അതിനാണ് നമ്മൾ ലീസ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ലീസ് പീരീഡ് എന്താണ്, എത്ര എമൗണ്ടിനാണ് കൊടുക്കുന്നത്, റെൻറ്റ് അല്ലെങ്കിൽ കൺസിഡറേഷനാണ് ലെസ്സർ ലെസ്സിക്ക് ഈ അസറ്റ് കൊടുക്കുന്നത്. ഓക്കെ, ടൈമിംഗ് ഓഫ് പേയ്മെൻറ്റ് എപ്പോഴൊക്കെയാണ് ലെസ്സറിന് പേയ്മെൻറ്റ് നടത്തേണ്ടത്? ഓക്കെ, ടാക്സസ്, ഇൻഷുറൻസ്, മെയിൻ്റെനൻസ് എക്സ്പെൻസസ് ഇതൊക്കെ ആരാണ് വഹിക്കേണ്ടത്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സാധാരണയായിട്ട്
ഒരു ലീസ് കോൺട്രാക്റ്റിനകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് എന്തൊക്കെ ടേംസ് ആണ് ലീസിൻ്റെ അകത്ത് വരുന്നതെന്ന് നോക്കാം. ലീസിൻ്റെ അകത്ത് എന്തൊക്കെ ടേംസ് ആണ് വരുന്നത്? സോ ലെസ്സർ ഈസ് എ പേഴ്സൺ who under an agreement conveys to another person, that is lessee, the right to use in return for rent an asset for an agreed period of time. Okay, lesser എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ അഗ്രിമെൻ്റ് പ്രകാരം ഒരു പെർട്ടിക്കുലർ റെൻറ്റിന്, ഓക്കെ, ഒരു റെൻറ്റിന് അയാളുടെ കൈവശമുള്ള ഒരു അസറ്റിനെ ഒരു നിശ്ചിത കാലത്തേക്ക് മറ്റൊരു വ്യക്തിക്ക്, ദാറ്റ് ഈസ് ലെസ്സി എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിക്ക് ഉപയോഗിക്കാൻ കൊടുക്കുകയാണെങ്കിൽ ആ വ്യക്തിനെയാണ് നമ്മൾ ലെസ്സർ എന്ന് പറയുന്നത്. ഓക്കെ, ലെസ്സർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ അഗ്രിമെൻറ്റിൻ്റെ അണ്ടറിൽ ലെസ്സർ കൈവശമുള്ള ഒരു അസറ്റിനെ ഒരു പെർട്ടിക്കുലർ റെൻറ്റിന് ഒരു പെർട്ടിക്കുലർ പീരീഡിലേക്ക് അയാളുടെ കൈവശമുള്ള അസറ്റിനെ ഉപയോഗിക്കാൻ കൊടുക്കുകയാണ്, മറ്റൊരു വ്യക്തിക്ക് ഉപയോഗിക്കാൻ കൊടുക്കുകയാണെങ്കിൽ അയാളെയാണ് നമ്മൾ ലെസ്സർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഹൂ ഈസ് ദ ഓണർ ഓഫ് ദ അസറ്റ്. അടുത്താണ് ലെസ്സി. എ പേഴ്സൺ ഹു അണ്ടർ ആൻ അഗ്രിമെൻറ്റ് ഒബ്റ്റെയിൻസ് ഫോർ അനദർ പേഴ്സൺ, ദാറ്റ് ഈസ് ലെസ്സർ, ദ റൈറ്റ് ടു യൂസ് ഇൻ റിട്ടേൺ ഓഫ് റെൻറ്റ് ആൻ അസറ്റ് ഫോർ എൻ അഗ്രീഡ് പീരീഡ് ഓഫ് ടൈം ഈസ് കോൾഡ് ലെസ്സി. ഓക്കെ, ഇപ്പോൾ ഒരു വ്യക്തി ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ അഗ്രിമെൻറ്റ് പ്രകാരം മറ്റൊരു വ്യക്തിയിൽ നിന്നും ഒരു അസറ്റ് കുറച്ച് കാലത്തേക്ക് ഉപയോഗിക്കാൻ, കുറച്ച് ഒരു പെർട്ടിക്കുലർ റെൻറ്റിന് ആ അസറ്റ് ഉപയോഗിക്കാനുള്ള അവകാശം നേടിയെടുക്കുകയാണെങ്കിൽ ആ വ്യക്തിനെയാണ് നമ്മൾ ലെസ്സി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലെസ്സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ പേഴ്സൺ ഹൂ ഈസ് ഒബ്റ്റെയിനിങ് ദ റൈറ്റ് ടു യൂസ് ആൻ അസറ്റ്. ഓക്കെ, ഇനി അടുത്തതാണ് നോൺ ക്യാൻസലബിൾ ലീസ്. ക്യാൻസൽ ചെയ്യാൻ പറ്റാത്ത ലീസ്, അതിനെയാണ് നമ്മൾ നോൺ ക്യാൻസലബിൾ ലീസ് എന്ന് പറയുന്നത്. ഓക്കെ, ബട്ട് എ ലീസ് ക്യാൻ ബി ക്യാൻസലബിൾ. ഒരു ലീസിന് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. 4 രീതിയിൽ നമുക്കൊരു ലീസിനെ ക്യാൻസൽ ചെയ്യാം. ഏതൊക്കെ 4 രീതിയിലാണ് ഒരു ലീസിനെ ക്യാൻസൽ ചെയ്യാൻ പറ്റുക? 1, അപ്പോൺ അക്കറൻസ് ഓഫ് സം റിമോട്ട് കണ്ടിജൻസി. എന്തെങ്കിലും തരത്തിലുള്ള ഫ്യൂച്ചറിൽ എന്തെങ്കിലും തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ചിലപ്പം ലീസ് ക്യാൻസൽ ചെയ്യപ്പെടാം. രണ്ടാമത്തത് വിത്ത് ദ പെർമിഷൻ ഓഫ് ദ ലെസ്സർ. ലെസ്സറിൻ്റെ പെർമിഷനോട് കൂടി വേണമെങ്കിൽ ലീസ് ക്യാൻസൽ ചെയ്യാം. മൂന്നാമത്തത് ഇഫ് ലെസ്സി എൻറ്റേഴ്സ് ഇൻ ടു എ ന്യൂ ലീസ് ഫോർ സെയിം ഓർ എനി ഇക്വലൻ്റ് അസറ്റ് വിത്ത് ദ സെയിം ലെസ്സർ. ലെസ്സിക്ക് വേണമെങ്കിൽ ഒരു പുതിയ ലീസ് അറേഞ്ച്മെൻറ്റിൽ അതേ ലെസ്സറുമായിട്ട് ഏർപ്പെടാം. അങ്ങനെ വരുമ്പോൾ പഴയ ലീസ് അഗ്രിമെൻ്റ് എന്താവും? അസാധുവായി മാറുന്നു. ഓക്കെ, നാലാമത്തത് അപ്പോൺ പേയ്മെൻറ്റ് ബൈ ലെസ്സി ആൻ അഡീഷണൽ എമൗണ്ട്. ലെസ്സിക്ക് ഒരു അഡീഷണൽ എമൗണ്ട് പേ ചെയ്തുകൊണ്ട് ഇപ്പോൾ ഉള്ള ലീസിനെ ക്യാൻസൽ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ 4 രീതിയിലാണ് നമുക്കൊരു ലീസിനെ ക്യാൻസൽ ചെയ്യാൻ പറ്റുക. 1, അപ്പോൺ അക്കറൻസ് ഓഫ് സം റിമോട്ട് കണ്ടിജൻസി. ഭാവിയിൽ ഉണ്ടായേക്കാൻ സാധ്യതയുള്ള എന്തെങ്കിലും തരത്തിലുള്ള സംഭവങ്ങൾ കാരണം ലീസ് ക്യാൻസൽ ആവാം. രണ്ടാമത്തത് വിത്ത് ദ പെർമിഷൻ ഓഫ് ദ ലെസ്സർ, ലെസ്സറുടെ പെർമിഷനോടുകൂടി. അതുമല്ലെങ്കിൽ മൂന്നാമത്തത് ലെസ്സിക്ക് വേണമെങ്കിൽ ഒരു പുതിയ ലീസ് അറേഞ്ച്മെൻറ്റിൽ ഏർപ്പെടാം വിത്ത് ദ സെയിം ലെസ്സർ. അതേ ലെസ്സറായിട്ടൊരു പുതിയ ലീസ് അറേഞ്ച്മെൻറ്റിൽ ഏർപ്പെടാം. അങ്ങനെ വരുമ്പോൾ പഴയ ലീസിങ് അഗ്രിമെൻറ്റ് അസാധുവാകുന്നു. നാലാമത്തത് ലെസ്സിക്ക് ഒരു അഡീഷണൽ എമൗണ്ട് കൊടുത്തും കൊണ്ട് ലീസിനെ ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ഇപ്പം നോൺ ക്യാൻസലബിൾ ലീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റാത്ത ലീസിങ് അഗ്രിമെൻറ്റിനെയാണ് നമ്മൾ നോൺ ക്യാൻസലബിൾ ലീസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഏതൊക്കെ രീതിയിൽ നമുക്ക് ലീസിനെ ക്യാൻസൽ ചെയ്യാം എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി അടുത്തതാണ് ഇൻസെപ്ഷൻ ഓഫ് ലീസ്. ഇൻസെപ്ഷൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ബിഗിനിങ്. ഓക്കെ, ബിഗിനിങ്. The inception of the lease means it is the date when the principal provisions of the lease are committed to in writing by the parties. ഏത് ഡേറ്റിനാണോ ലെസ്സറും ലെസ്സിയും തമ്മിൽ ഒരു അഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നത് ആ ഡേറ്റ് മുതലാണ് ലീസ് തുടങ്ങുന്നത്. ഓക്കെ, ലീസ് എപ്പം മുതലാണ് തുടങ്ങുന്നത്? ഇൻസെപ്ഷൻ ഓഫ് ദ ലീസ് എന്ന് പറഞ്ഞാൽ ബിഗിനിങ് ഓഫ് ദ ലീസ്. ഓക്കെ, അപ്പോൾ ലീസ് ഏത് ഡേറ്റ് മുതലാണ് തുടങ്ങുന്നത്? ഏത് ഡേറ്റ് മുതലാണോ ലെസ്സറും ലെസ്സിയും തമ്മിൽ ഒരു അഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നത് ആ ഡേറ്റ് മുതലാണ് ലീസ് അഗ്രിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അടുത്തതാണ് ലീസ് ടേം.
ലീസ് ടേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് പീരീഡിലേക്കാണോ ലെസ്സറെ കൈവശമുള്ള അസറ്റ് ലെസ്സിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഉപയോഗിക്കാനായിട്ട് ആ ഒരു പീരീഡിനെയാണ് നമ്മൾ ലീസ് ടേം എന്ന് പറഞ്ഞത്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിനകത്ത് മിസ്റ്റർ എ മിസ്റ്റർ ബിക്ക് 1,00,000 രൂപയുടെ ഒരു അസറ്റ് ഉപയോഗിക്കാൻ കൊടുക്കുകയാണ്, 5 വർഷത്തേക്കാണ് കൊടുക്കുന്നതെങ്കിൽ ആ 5 വർഷം എന്ന് പറഞ്ഞതാണ് എന്ത്, ലീസ് ടേം എന്ന് പറയുന്നത്. ഓക്കെ, മിനിമം ലീസ് പേയ്മെൻറ്റ്സ്, പേയ്മെൻറ്റ് ഓവർ ലീസ് ടേം ദാറ്റ് ലെസ്സി മസ്റ്റ് മേക്ക്, പേയ്മെൻറ്റ് ഓവർ ലീസ് ടേം ദാറ്റ് ലെസ്സി മസ്റ്റ് മേക്ക്. ഓക്കെ, മിനിമം ലീസ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെസ്സർക്ക് മിനിമം ആയിട്ട് കൊടുക്കേണ്ട ഒരു പേയ്മെൻറ്റിനെയാണ് മിനിമം ലീസ് പേയ്മെൻറ്റ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ലീസ് കാലയളവിൽ ലെസ്സർക്ക് ലെസ്സി കൊടുക്കേണ്ട ഒരു മിനിമം പേയ്മെൻറ്റിനെയാണ് നമ്മൾ മിനിമം ലീസ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ടേമാണ് ഫെയർ വാല്യൂ. It is the amount for which an asset could be exchanged or a liability settled between knowledgeable, willing parties in an arm's length transaction. എന്ന് പറഞ്ഞാൽ ഒരു അസറ്റ് ഏത് വിലയ്ക്കാണോ വാങ്ങാൻ സാധിക്കുന്നത് ആ വിലേനെയാണ് നമ്മൾ ഫെയർ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു അസറ്റ് ഏത് വിലയ്ക്കാണോ നമുക്ക് വാങ്ങാൻ സാധിക്കുന്നത് ആ വിലേനെയാണ് നമ്മൾ ഫെയർ വാല്യൂ എന്ന് പറയുന്നത്. സോ യൂസ്ഫുൾ ലൈഫ്. യൂസ്ഫുൾ ലൈഫ് ഈസ് എ ലീസ്ഡ് അസറ്റ് either the period over which a fixed asset is expected to be used by the enterprise or the number of production or similar units expected to be obtained from the asset by the enterprise. യൂസ്ഫുൾ ലൈഫ് എന്ന ടേമിനെ നമുക്ക് 2 രീതിയിൽ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ഒന്നാമത്തത് എത്ര നാളത്തേക്കാണോ ആ ഫിക്സഡ് അസറ്റിനെ ഒരു കമ്പനിക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത് അതിനെ ആ അസറ്റിൻ്റെ യൂസ്ഫുൾ ലൈഫ് എന്ന് വിളിക്കാം. ഓക്കെ, ഒന്നെങ്കിൽ നമുക്ക് എത്ര നാളത്തേക്കാണോ ഒരു അസറ്റിനെ ഒരു കമ്പനിക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത് അതിനെ ആ അസറ്റിൻ്റെ യൂസ്ഫുൾ ലൈഫ് എന്ന് വിളിക്കാം. അല്ലെങ്കിൽ എത്ര നാളത്തേക്കാണോ ഒരു അസറ്റിൽ നിന്ന് നമുക്ക് എത്ര പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ആണോ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നത്, പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത് അതിനെ അതിൻ്റെ യൂസ്ഫുൾ ലൈഫ് എന്ന് വിളിക്കാം. ഓക്കെ, ഇപ്പോൾ 2 രീതിയിൽ നമുക്ക് യൂസ്ഫുൾ ലൈഫിനെ ഡിഫൈൻ ചെയ്യാം. ഒന്നെങ്കിൽ എത്ര നാളത്തേക്കാണോ നമ്മളൊരു ഫിക്സഡ് അസറ്റിനെ ഒരു കമ്പനി ഉപയോഗിക്കുന്നത് അത്രയും നാളിനെ നമുക്ക് ആ അസറ്റിൻ്റെ യൂസ്ഫുൾ ലൈഫ് എന്ന് വിളിക്കാം. അല്ലെങ്കിൽ എത്ര പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ആണോ ആ അസറ്റിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത് അതിനെ അതിൻ്റെ യൂസ്ഫുൾ ലൈഫ് എന്ന് വിളിക്കാം. ഓക്കെ, അടുത്തതാണ് റെസിഡ്വൽ വാല്യൂ. ദ എസ്റ്റിമേറ്റഡ് ഫെയർ വാല്യൂ ഓഫ് എ ലീസ്ഡ് അസറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ലീസ് ടേം. ഒരു ലീസ് ടേം, ഒരു ലീസിൻ്റെ കാലാവധി കഴിഞ്ഞതിന് ശേഷം ഒരു അസറ്റിൻ്റെ ബാക്കി എത്ര വാല്യൂ ആണോ ഉള്ളത് അതിനെയാണ് അതിൻ്റെ റെസിഡ്വൽ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ലീസിൻ്റെ കാലാവധിക്ക് ശേഷം, ഒരു ലീസ് ടേം കഴിഞ്ഞതിന് ശേഷം ഒരു ലീസ്ഡ് അസറ്റിൻ്റെ ബാക്കി എത്രയാണോ വാല്യൂ ഉള്ളത് അതിനെയാണ് അതിൻ്റെ റെസിഡ്വൽ വാല്യൂ എന്ന് പറയുന്നത്. ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് മീൻസ് the aggregate of minimum lease payments under a financial lease from a standpoint of lessor and any unguaranteed residual value accruing to the lessor. ഒരു ലെസ്സർ പോയിൻ്റ് ഓഫ് വ്യൂ നിന്ന് നോക്കുമ്പോൾ ഒരു ഫിനാൻഷ്യൽ ലീസിൽ ലെസ്സർക്ക് കിട്ടേണ്ട മിനിമം ലീസ് പേയ്മെൻറ്റിൻ്റെ കൂടെ ലെസ്സർക്ക് കിട്ടേണ്ടിയിരുന്ന അൺഗ്യാരൻറ്റീഡ് ആയിട്ടുള്ള റെസിഡ്വൽ വാല്യൂയുടെ ഒരു അഗ്രിഗേറ്റിനെയാണ് നമ്മൾ ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ലീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒന്നുകൂടി പറയാം. ലെസ്സർ പോയിൻ്റ് ഓഫ് വ്യൂ നിന്ന് നോക്കുന്ന സമയത്ത് ഒരു ഫിനാൻഷ്യൽ ലീസിൽ അയാൾക്ക് കിട്ടേണ്ട മിനിമം ലീസ് പേയ്മെൻറ്റിൻ്റെ കൂടെ അയാൾക്ക് കിട്ടേണ്ട അൺഗ്യാരൻറ്റീഡ് റെസിഡ്വൽ വാല്യൂയുടെ ഒരു അഗ്രിഗേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ലീസ് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ലീസ് പേയ്മെൻറ്റിൻ്റെ കൂടെ അൺഗ്യാരൻറ്റീഡ് റെസിഡ്വൽ വാല്യൂയും കൂടി ചേരുമ്പോൾ കിട്ടേണ്ട ഒരു വാല്യൂനെയാണ് നമ്മൾ ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ
ലീസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് അൺഏൺഡ് ഫിനാൻസ് ഇൻകം means it is the difference between lessor's gross investment in lease and its present value. Okay, it is the difference between lessor's gross investment in lease and its present value. ഒരു ലീസ്ഡ് അസറ്റിൽ നിന്നും ലെസ്സറുടെ ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് അതിൻ്റെ ഒരു അസറ്റിൻ്റെ പ്രസൻറ്റ് വാല്യൂവും കൂടി കുറയ്ക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ അൺഏൺഡ് ഫിനാൻസ് ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് പറയാം ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ലീസ് മൈനസ് ഇറ്റ്സ് പ്രസൻറ്റ് വാല്യൂ. അസറ്റിൻ്റെ പ്രസൻറ്റ് വാല്യൂവും കൂടി കുറയ്ക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ അൺഏൺഡ് ഫിനാൻസ് ഇൻകം എന്ന് പറയുന്നത്. അടുത്താണ് നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ലീസ്. ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ലീസ് ലെസ് unearned finance income is called net investment in lease. Net investment in lease എന്ന് പറഞ്ഞാൽ gross investment in lease minus unearned finance income-നെയാണ് നമ്മൾ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ലീസ് എന്ന് പറയുന്നത്. അടുത്താണ് ബാർഗെയിൻ ഓപ്ഷൻ. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എൻ ഓപ്ഷൻ ദാറ്റ് ക്യാൻ ബി എക്സസൈസ്ഡ് ബൈ ലെസ്സി ടു റിന്യൂ ദ ലീസ് ഓർ പർച്ചേസ് ദ ലീസ്ഡ് പ്രോപ്പർട്ടി for an amount which is sufficiently below the expected future market value. എന്ന് പറഞ്ഞാൽ ഒരു അസറ്റിൻ്റെ ഒരു ഫ്യൂച്ചറിൽ കിട്ടാവുന്ന ഒരു മാർക്കറ്റ് വാല്യൂ, ഒരു അസറ്റിൻ്റെ ഫ്യൂച്ചറിൽ കിട്ടാവുന്ന ഒരു മാർക്കറ്റ് വാല്യൂവിൽ നിന്ന് കുറഞ്ഞ ഒരു വിലയ്ക്ക് അഥവാ ഒരു ലെസ്സി ആ ഒരു അസറ്റിനെ വീണ്ടും ലീസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിനെയാണ് ബാർഗെയിൻ ഓപ്ഷൻ എന്ന് പറഞ്ഞത്. ഒന്നുകൂടി പറയാം, ഒരു ഫ്യൂച്ചറിൽ ഒരു അസറ്റിൻ്റെ മാർക്കറ്റ് വാല്യൂവിൽ നിന്ന് കുറഞ്ഞ ഒരു വിലയ്ക്ക് ലെസ്സിക്ക് എന്ത് ചെയ്യാം, ആ ഒരു അസറ്റിനെ വീണ്ടും ലീസ് ചെയ്യാം, റിന്യൂ ചെയ്യാം, ലീസിങ് അഗ്രിമെൻറ്റ് റിന്യൂ ചെയ്യാം, അതല്ലെങ്കിൽ ആ അസറ്റിനെ പർച്ചേസ് ചെയ്യാം. അതിനെയാണ് ബാർഗെയിൻ ഓപ്ഷൻ എന്ന് പറയുന്നത്. അടുത്താണ് എസ്റ്റിമേറ്റഡ് economic life of the leased property. The expected remaining period during which the property is expected to be economically usable for the purpose for which it was intended at the inception of the lease. ഒരു ലീസ്ഡ് അസറ്റിൻ്റെ റിമൈനിങ് ആയിട്ടുള്ള യൂസ്ഫുൾ ലൈഫിനെയാണ് നമ്മൾ എസ്റ്റിമേറ്റഡ് എക്കണോമിക് ലൈഫ് ഓഫ് ദ ലീസ്ഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, remaining period for which the property is expected to be economically useful. അടുത്തതാണ് unguaranteed residual value. Unguaranteed residual value means it is the part of residual value of leased asset which is not guaranteed. ഒരു ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു റെസിഡ്വൽ ഒരു അസറ്റിൻ്റെ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള വാല്യൂവിൽ, അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു അസറ്റിൻ്റെ എത്രമാത്രം ഭാഗമാണോ ഗ്യാരണ്ടി ചെയ്തിട്ടുള്ളത് അതിനെ റെസിഡൽ വാല്യൂ എന്നും എത്രമാത്രം ഭാഗമാണോ ഗ്യാരണ്ടി ചെയ്യപ്പെടാത്തത് അതിനെ അൺഗ്യാരണ്ടീഡ് റെസിഡ്വൽ വാല്യൂ എന്നും വിളിക്കാം. ഓക്കെ, ഒരു അസറ്റിൻ്റെ ഒരു ഭാഗം ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഗ്യാരണ്ടീഡ് റെസിഡ്വൽ വാല്യൂ എന്നും ഗ്യാരണ്ടി ചെയ്യാത്ത ഭാഗത്തിനെ അൺഗ്യാരണ്ടീഡ് റെസിഡ്വൽ വാല്യൂ എന്നും വിളിക്കുന്നു. ഓക്കെ, കണ്ടിജൻറ്റ് റെൻറ്റ് മീൻസ് the additional lease payments that are based on items such as percentage of future sales, amount of future use, etc. Contingent rent എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നിശ്ചിത ലീസ് പേയ്മെൻറ്റിൻ്റെ പുറമേ ഒരു അസറ്റിൽ നിന്നും കിട്ടുന്ന ഔട്ട്പുട്ടിൻ്റെ ഒരു നിശ്ചിത പെർസെൻറ്റേജോ അല്ലെങ്കിൽ ഒരു നിശ്ചിത ഒരു ടേൺ ഓവറിൻ്റെ പെർസെൻറ്റേജോ കൂടി അഡീഷണലായിട്ട് പേയ്മെൻറ്റ് നടത്തേണ്ടി വരികയാണെങ്കിൽ അതിനെയാണ് കണ്ടിജൻറ്റ് റെൻ്റ് എന്ന് വിളിക്കുന്നത്. ഒന്നുകൂടി പറയാം, ലീസ് പേയ്മെൻറ്റിന് പുറമേ അഥവാ ആ അസറ്റിൽ നിന്നും കിട്ടുന്ന ഫ്യൂച്ചർ സെയിൽസിൻ്റെ ഒരു പെർസെൻറ്റേജ്, ഒരു സർട്ടൻ പെർസെൻറ്റേജ് അഡീഷണലായിട്ട്
റെൻ്റായിട്ട് കൊടുക്കേണ്ടി വരികയാണെങ്കിൽ അതിനെയാണ് കണ്ടിജൻറ്റ് റെൻ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് സെക്ഷനിൽ കവർ ചെയ്യാനുള്ളത്. താങ്ക് യു.